തമിഴിൽ നിന്ന് ഒരു വെറൈറ്റി ക്രൈം ത്രില്ലർ അല്ലെങ്കിൽ ഒരു യുണീക് കൺസെപ്റ്റ് ബേസ്ഡ് ക്രൈം ത്രില്ലർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പടം വന്നിട്ടുണ്ട്. സോ ഈ സിനിമ ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം കോൺട്രവേഴ്സിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇതിലെ നായിക ഗൗരി ജി കിഷൻ ഒരു പ്രസ് മീറ്റിലോ പ്രൊമോഷൻ സമയത്തോ നായകന്റെ അടുത്ത് ഒരു അലവലാതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നായിക എടുത്തു പൊക്കുമ്പോ വെയിറ്റ് ഉണ്ടായിരുന്നോ? സിനിമയെ പറ്റിയിട്ട് എന്തൊക്കെ ചോദിക്കാൻ കിടക്കണം. അണ്ണ എന്തൊക്കെ അറിയണം നിങ്ങൾക്ക്? വീട്ടിലിട്ട അച്ചാറിൽ ഉപ്പ് ഉണ്ടാ, എണ്ണ ഒഴിച്ച മലയാളത്തിലും ഇതേപോലെ കുറെ അലവലാദികൾ ഉണ്ട്. എവിടെ ടാറ്റു അടിച്ചിട്ടുണ്ട്, എത്ര ടാറ്റു അടിച്ചിട്ടുണ്ട്, ടാറ്റു കാണിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് പെട്ട കിട്ടാത്തതിന്റെ സൂക്കടാണ് അക്കത്തിനും. സിനിമയുടെ പേര് അതേഴ്സ്. ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. എന്തുകൊണ്ട് അതേഴ്സ് എന്നുള്ള ടൈറ്റിൽ? അത് ഭയങ്കര ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരുന്നു പേഴ്സണലി എനിക്ക്. അത് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് ടുവേർഡ്സ് എൻഡ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ ആരും വിചാരിക്കില്ല അതുകൊണ്ടാണ് ഇതിന് അതേഴ്സ് എന്ന് പേരിട്ടതെന്ന്. ഒരു ലോഡ് മലയാളികളുണ്ട്. നമ്മുടെ നായകനെ പറ്റി ഞാൻ പറയാം. ആദ്യം ഗൗരി ജി കിഷൻ. ആള് ഭയങ്കര ഡ്രമാറ്റിക് ആയിരുന്നു ഇതില്. ഈ മറ്റേ ചില അഡ്വർടൈസ്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ തമിഴ്നാട്ടിൽ വന്നിട്ട്, തിങ്കളാഴ്ച വരുവിൻ വാങ്ങുവിൻ, അങ്ങനെയൊക്കെ ആയിരുന്നു ചില ഇമോഷണൽ ഡയലോഗ്സ് ഒക്കെ തോന്നിയത്. ഓവർ ഡ്രമാറ്റിക് ആയിരുന്നു. അടുത്തത് മാല പാർവതി. ദുഃഖിതയായ വനിതയുടെ ഗ്ലോബൽ റെപ്രസെന്റേഷൻ ആണ് മാല പാർവതി. ആരെങ്കിലും ആ ചേച്ചിക്ക് ഒരു ചില്ലായിട്ടുള്ള കൂൾ ആയിട്ടുള്ള ഒരു റോള് കൊടുക്കോ? ഇത് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്, അപേക്ഷയാണ്. കാരണം എല്ലാത്തിലും കണ്ണീരും കിനാവുമാണ്. ചേച്ചി കരയിനെ കണ്ടിട്ടാണ് 2018 ഫ്ലഡ് ഉണ്ടായത്. പക്ഷെ ഈ സിനിമ ദിസ് ഇസ് ആൻ ആവറേജ് ഫിലിം. ഒട്ടും ബോറിംഗ് ആണെന്ന് ഞാൻ പറയില്ല, ആവറേജ് പടമാണ്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. നെക്സ്റ്റ് ഹരീഷ് പേരടി. ഏതൊരു ഹോസ്പിറ്റലിന്റെ MG ആണ് അണ്ണൻ. വലിയ റോളൊന്നുമില്ല, ചുമ്മാ അങ്ങനെ നോക്കൂത്തിയെ പോലെ ഇരിക്കുന്നുണ്ട്. അഞ്ജു കുര്യൻ പോലീസ് ഓഫീസർ ആണ്. മറ്റേ ഹീറോന് വന്നിട്ട് ചായ ഒഴിച്ചു കൊടുക്കുക, പിന്നെ വെടിവെക്കാൻ പറയുമ്പോൾ മാനത്തേക്ക് വെടിവെക്കാം. ഇതൊക്കെയാണ് ആ കൊച്ചിന്റെ പണി. ആൻഡ് ഇതിലെ നായകൻ, ആളുടെ ഡെബ്യൂ പടമാണ്. എന്താണ് ആളുടെ പേര്? ആദിത്യ മാധവൻ. ഡെബ്യൂ ആയതുകൊണ്ട് അധികം ഒന്നും പറയില്ല. സ്റ്റിൽ ഈ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ട് തോന്നിയത് ആളാണ്. കുഴപ്പമൊന്നുമില്ല. ആൾക്ക് ഭയങ്കര ഒരു ഇന്നസെന്റ് ഫേസ് ആണ്. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. സോ ഈ സിനിമ തുടങ്ങുന്നത് ഭയങ്കര സീരിയസ് മോഡിലാണ്. ഒരു ക്രൈം നടക്കണു. നമ്മുടെ നായകനാണ് വെച്ചാൽ ഒരാൾ പറയുന്നുണ്ട്, സർ CCTV നോക്കാൻ കുറച്ച് ടൈം എടുക്കും. അതൊന്നും പറ്റില്ല, ഇപ്പൊ തന്നെ വേണം പറഞ്ഞിട്ട് അണ്ണൻ പ്രേമിക്കാൻ പോകും. അപ്പൊ അണ്ണ കേസ് അന്വേഷിക്കേണ്ട അണ്ണ അറിയാൻ ചോദിക്കുകയാണ്. ഒരു പടം ഒന്ന് ത്രിൽ അടിച്ച് വരുമ്പോ അവിഞ്ഞ റൊമാൻസ് വരുമ്പോ മറ്റേ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഹാപ്പി എൻഗേജ്മെന്റ് ആനിവേഴ്സറിയാ എന്തോന്നടേ ഇത്. ആൻഡ് അതിനൊരു കേക്ക് മുറിക്കല്, ഒരു പാട്ട്, ഡാൻസ്. പിന്നെ ആയ സമയത്ത് പടം കാണണോ വേണ്ടയോ ആ രീതിയിലോട്ടായി. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ബോറിംഗ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കിടുവായിരുന്നു. കിടു പറഞ്ഞാൽ ഇതിൽ ചില സീക്വൻസ് കിടുവായിരുന്നു. ഗൗരി ജി കിഷനെ ചേസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട്, അത് പെട്ട സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ചില മൊമെന്റ്സിൽ 1-2 ട്വിസ്റ്റ് പരിപാടി, അതും കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഞാൻ ആവറേജ് എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ ഞാൻ ബിലോ ആവറേജ് പറഞ്ഞത്. ഇതിലൊരു വില്ലൻ ഉണ്ട്. വില്ലനെ കാണിക്കുന്ന സീന് കണ്ടാൽ തന്നെ അറിയാം നമുക്ക് അവൻ തന്നെ ആയിരിക്കും വില്ലൻ എന്ന്. അത്രയും ഇന്നസെൻസ് ആണ് മുഖത്ത് മെഴുകി വെച്ചിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ഒക്കെ പാസം ഇട്ടങ്ങട് കയറ്റിയുണ്ട്, കരയിപ്പിക്കാനാണ്. പക്ഷെ അതൊക്കെ ഭയങ്കര ഡ്രാമാറ്റിക് ആയിട്ടാണ് തോന്നിയത്. ഞാൻ പറഞ്ഞില്ല, ഭയങ്കര ഓവർ ഡ്രാമാറ്റിക് ആക്കിയിട്ടുണ്ട്. ഈ പാസം നമുക്ക് ഒരു ഇമോഷണൽ കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് ഇട്ടിട്ട് കയറ്റിയിട്ടുണ്ട്. ഫ്ലാഷ് ബാക്ക് പോർഷനിലൊക്കെ എനിക്കൊന്നും അത് അത്ര വർക്കായില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇങ്ങനത്തെ 1-2 സീക്വൻസും ട്വിസ്റ്റ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത് കാണാം. അത്ര ബോറിംഗ് ഒന്നല്ല, ആവറേജ് ആണ്. ചിലർക്ക് ഇത് വൻ കിടുവായിട്ടൊക്കെ തോന്നും. അഞ്ജു കുര്യന്റെ റോള് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാണ് ഭിത്തിയിൽ ഇരിക്കാനുള്ള റോളാണെന്ന്. അവസാനം അതേപോലെ തന്നെ ആയി. പക്ഷെ ഇതില് ആ കൺസെപ്റ്റും ആ ടൈറ്റിൽ റിവീലിങ്ങും പെട സാധനം തന്നെയായിരുന്നു. സോ ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. തമിഴ് ഭാഷ മാത്രമേ അവൈലബിൾ ഉള്ളൂ. 2 മണിക്കൂർ 10 മിനിറ്റ് എന്തോ ഉണ്ട്. വേണ്ടവർ കണ്ടു നോക്കുക. ടു മീ പേഴ്സണലി ദിസ് ഇസ് ആൻ ആവറേജ് വൺ. ട്രൈ ഇറ്റ് ഔട്ട്.